السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, പവിത്രമായ പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാൻ മാസം നമ്മളിലേക്ക് ആഗതമാകുന്നു എന്നുള്ള അനൗൺസ്മെൻറ്റുമായി റജബ് മാസം നമ്മളിലേക്ക് ആഗതമാവുകയാണ്. റജബ് മാസവും അനുഗ്രഹങ്ങളുടെ കലവറയാണ്. റജബ് മാസം 10ഓളം പ്രത്യേകതകളുമായാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. ഇന്ന് റജബ് 1 അറബി പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ. നമുക്ക് നാളെയാണ് 1. അതുകൊണ്ട് തന്നെ ഇന്നത്തെ രാവിന് വളരെ വലിയ പ്രത്യേകതയുണ്ട്. ചന്ദ്രപ്രവി ഇന്ന് വൈകുന്നേരം പടിഞ്ഞാറൻ ചക്രവാളത്തിൽ കാണാനുള്ള സാധ്യത 99%. തെളിഞ്ഞ അന്തരീക്ഷമാണ്. കഴിവിൻ്റെ പരമാവധി ദർശിക്കാൻ നോക്കാൻ നാമൊക്കെ ആവേശം കാണിക്കുകയും മാസപ്പിറവി കണ്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറയുന്നത്, മാസപ്പിറവി കണ്ടാൽ ദ്വാരക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു അക്ബർ. അല്ലാഹു അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാനി വസ്സലാമത്തി വൽ ഇസ്ലാം. റബ്ബി വ റബ്ബുക്കല്ലാഹ് ഹിലാലു റുഷ്ദിൻ വ ഖൈർ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി റജബ് മാസത്തെ സ്വാഗതമരുളാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. 10ഓളം പ്രത്യേകതകളുമായിട്ടാണ് റജബ് മാസം നമ്മളിലേക്ക് സമാഗതമാകുന്നത്. റജബ് മാസവും അനുഗ്രഹങ്ങളുടെ കലവറയാണ്. അതിൽ ഏറ്റവും ആദ്യമായി പറയാനുള്ളത്, റജബ് മാസത്തിൻ്റെ പ്രത്യേകത പറയുമ്പോൾ ആദ്യമായി നമുക്ക് പറയാനുള്ളത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാപിതാക്കൾ, അവരുടെ വിവാഹം കഴിയുന്നു. ആമിന ബിവി റളിയല്ലാഹു അൻഹ ഗർഭം ധരിക്കുന്നു. ആ ഗർഭം ധരിച്ചത് റജബ് മാസത്തിലായിരുന്നു എന്ന് ചരിത്രം. ആ റജബ് മാസത്തിൽ ഗർഭം ധരിച്ച ആമിന ബിവി റളിയല്ലാഹു അൻഹ റബീഉൽ അവ്വൽ 12 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ലോകത്തിലേക്ക് സംഭാവന ചെയ്യുകയാണ്. അതാണ് ഏറ്റവും ആദ്യമായി പറയാനുള്ളത്. 2, നിസ്കാരം ഉദ്ഘാടനം ചെയ്ത മാസമാണ് റജബ് മാസം. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്രാ മിഅ്റാജ് എന്ന് ലോകത്ത് ആർക്കും കിട്ടിയിട്ടില്ലാത്ത, ഇനി കിട്ടാൻ പോകുന്നുമില്ല, അങ്ങനെയുള്ള വലിയൊരു യാത്ര, സുന്ദര ധന്യ യാത്ര. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് പോകുന്നു. അവിടെ നിന്ന് അള്ളാഹുവിൻ്റെ സവിധത്തിലെത്തുന്ന ഖാബ ഖൗസൈനി ഔ അദിന, അള്ളാഹുമായി നേരിട്ട് മുനാജാത്ത് നടത്തി അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ 5 വഖത്ത് നിസ്കാരം, അത് റജബ് മാസത്തിലായിരുന്നു. അപ്പോൾ ഇസ്രാഉം മിഅ്റാജും നടന്നത് റജബ് മാസത്തിലാണ്. അതുപോലെ തന്നെ വിശുദ്ധമായ ഖുർആനിൽ യുദ്ധം ഹറാമായ മാസം 4 മാസം പറയുന്നുണ്ട്. ആ 4 മാസത്തിൽ 1 മാസം റജബ് മാസമാണ്. അത്രയ്ക്കും വലിയ പ്രത്യേകത ഉള്ള മാസമാണ് റജബ് മാസം. അതുപോലെ തന്നെ ദുആഉം മുസ്തജാബ്. റജബ് മാസം ആഗതമാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തിരുന്നു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബി വ ശഅബാൻ. അല്ലാഹുവേ, റജബ് മാസത്തിൽ നീ ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണേ റഹ്മാനെ. ശഅബാനിൽ ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ. പരിശുദ്ധമായ റമളാൻ ഞങ്ങളിലേക്ക് നീ എത്തിച്ചു തരണേ. വബല്ലിഗ്നാ റമളാൻ. റമളാൻ ഞങ്ങളിലേക്ക് എത്തിച്ചു തരികയും ആരോഗ്യത്തോടെ, ആഫിയത്തോടെ, സന്തോഷത്തോടു കൂടി റമളാനു ഷരീഫ് അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ നോമ്പ് നോക്കാനും ഇബാദത്തുൽ കൊണ്ട് ധന്യമാക്കുവാനും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റബ്ബേ. റബ്ബിനോട് ഈ അർത്ഥം വെച്ചുകൊണ്ട്, ഈ ആശയം വെച്ചുകൊണ്ട് റബ്ബിനോട് ദുആ ഇറക്കേണ്ട മാസമാണ് റജബ് മാസം.
മാത്രവുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റജബ് മാസമായാൽ പ്രത്യേകം ദുആ ചെയ്തിരുന്നു. റബ്ബന ആതിന മിൻ ലദുങ്ക റഹ്മത്തൻ വഹയ്യി് ലനാ മിൻ അംരിനാ റശദാ. വിശുദ്ധമായ ഖുർആനിന്റെ ഒരു ആയത്താണത്. റബ്ബന ആതിന മിൻ ലദുങ്ക റഹ്മ, അല്ലാഹുവേ നിന്നിൽ നിന്ന് ഞങ്ങൾക്ക് നീ റഹ്മത്ത് നൽകണേ റഹ്മാനെ. വഹയ്യി് ലനാ മിൻ അംരിനാ റശദാ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് നീ ഖൈറ് നൽകണേ, ബറക്കത്ത് നൽകണേ, സന്തോഷം നൽകണേ, എളുപ്പം നൽകണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തിരുന്നു. നമുക്കും നിത്യേന നമ്മുടെ നിസ്കാരത്തിന് ശേഷവും മറ്റുള്ള സമയങ്ങളിലും ദുആ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ 5 രാത്രികളുണ്ട്. ആ 5 രാത്രികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 5 രാത്രികളിൽ ദുആ ഈ 5 രാത്രികളിൽ ദുആക്ക് ഇജാബത്തുള്ള രാത്രിയാണ്. മഹാനായ ഇമാമുന ശാഫി റളിയല്ലാഹു അൻഹു പറയുന്നു, 5 രാത്രികൾക്ക് പ്രത്യേകതയുണ്ട്. ദുആക്ക് ഇജാബത്തുള്ള രാത്രിയാണത്. ഇന്ന ദുആ യുസ്തജാബു ഫി 5 ലയാലിൻ, 5 രാത്രികളിൽ ദുആക്ക് ഇജാബത്തുണ്ട്. ഫി ലൈലത്തുൽ ജുമുഅത്തി, വെള്ളിയാഴ്ച രാവ്, വലൈലത്തുൽ അദ്ഹ, വലിയ പെരുന്നാളിന്റെ രാവ്, വലൈലത്തുൽ ഫിത്രി, ചെറിയ പെരുന്നാളിന്റെ രാവ്, വഅവ്വൽ ലൈലത്തി മിൻ റജബ്, റജബിന്റെ ആദ്യത്തെ രാത്രി, വലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാനിന്റെ 15-ാം രാവ്. ഇങ്ങനെ 5 രാത്രികളിൽപ്പെട്ട ഒരു രാത്രിയിലേക്കാണ് നാം ഓരോരുത്തരും മുന്നിട്ടിറങ്ങുന്നത്. വരുന്ന രാവ് ആ ഒരു രാവാണ്. ദുആ ചെയ്യുന്ന വിഷയത്തിൽ അമാന്തം ഒട്ടും കാണിക്കാതെ നമ്മുടെ ആവശ്യങ്ങളും ആവലാദികളും ഒക്കെ റബ്ബിനോട് പറയണം. അള്ളാഹു അതിനെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ ആദ്യത്തെ രാവിൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യണം എന്ന് നമുക്ക് കാണാവുന്നതാണ്. സൂറത്തുൽ മുൽക്ക്, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുള്ള സൂറത്തുൽ മുൽക്ക് ആദ്യത്തെ രാവിൽ പാരായണം ചെയ്യണം എന്ന് നമുക്ക് കാണാവുന്നതാണ്. ഇങ്ങനെ ഒട്ടനവധി അനുഗ്രഹങ്ങളുമായിട്ടാണ് പരിശുദ്ധമായ റമദാൻ നമ്മളിലേക്ക് സമാഗതമാകുന്നത്. അതിനെ ബഹുമാനിക്കണം, അതിനെ ആദരിക്കണം. എല്ലാ നിലയ്ക്കും ആ മാസത്തിന് കൊടുക്കേണ്ട മഹത്വം നാം കൊടുക്കണം. അതുപോലെ നോമ്പനുഷ്ഠി പൂർവ്വകാലങ്ങളിലുള്ളവർ ഇന്നും സ്വാലിഹീങ്ങളായ എത്രയോ ആൾക്കാർ റജബ് ഫുള്ളും നോമ്പ് നോക്കും, ശഅബാൻ ഫുള്ളും നോമ്പ് നോക്കും. റമദാൻ പറയേണ്ടതില്ലല്ലോ, അത്രമാത്രം ശ്രേഷ്ഠമായ ഒരു മാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പിന് വേണ്ടി, ഇബാദത്തിന് വേണ്ടി പ്രത്യേകമായി തയ്യാറായ മാസമാണ് റജബ് മാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ജീവിത ശൈലി പിന്തുടരുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആവുന്നതൊക്കെ ചെയ്ത് റബ്ബിലേക്ക് അടുക്കാനുള്ള, നിസ്കരിക്കാത്തവർ നിസ്കാരം ആരംഭിക്കണം, നോമ്പനുഷ്ഠിക്കാത്തവർ നോമ്പ് നമ്മൾ ശീലമാക്കണം. സുന്നത്ത് നോമ്പ് ശീലമാക്കിയാൽ റമളാൻ മാസം നമുക്ക് വിഷമമുണ്ടാകില്ല. ഇങ്ങനെ എല്ലാ നല്ല കാര്യങ്ങളിലും ഇടപെടാനുള്ള ഒരു മാസമാണ്. അതുപോലെ തന്നെ ഭക്ഷണ വിശാലത, കുടുംബങ്ങൾക്കെല്ലാം ഭക്ഷണ വിശാലത, കാണുന്നവരോട്, സ്വാലിഹീങ്ങളോട്, മുഅ്മിനീങ്ങളോട്, എല്ലാവരോടും, മുസ്ലിമീങ്ങളോട് സലാം പറയുക. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നാം ചെയ്യണം. അതേപോലെ തെറ്റിൽ നിന്ന് കഴിവിൻ്റെ പരമാവധി മാറി നിൽക്കേണ്ട മാസമാണ് പരിശുദ്ധമായ റമദാൻ നമ്മളിലേക്ക് കടന്നു വരുന്നു എന്നുള്ള സന്തോഷ വാർത്ത അറിയിക്കുന്ന മാസമായതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും നമ്മുടെ മെയ്യിനെയും നമ്മുടെ മനസ്സിനെയും ഒക്കെ പാകപ്പെടുത്തിയെടുക്കേണ്ട മാസം കൂടെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റജബ് മാസം, ശഅബാൻ, റമളാൻ ഇതൊക്കെ നമുക്ക് അനുകൂലമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിവിൻ്റെ പരമാവധി ചെയ്യാൻ പറ്റുന്ന ആരാധനകളും ഇബാദത്തുകളും ചെയ്ത് ഈ റജബ് മാസം ധന്യമാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.